നിന്ന് സഹിന ആന്റണി തുടരുന്നുണ്ട്. നമുക്കിപ്പം സഹിനെ, ഈ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടു. തിരുവനന്തപുരത്തെ ചുരുക്കം ചില സർവീസ് KSRTC ബസ്സൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചിയിൽ എങ്ങനെയാണ് സാഹചര്യം? മാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് അപേക്ഷിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ KSRTC ബസ് ചുരുക്കമാണ്, കൂടുതലും പ്രൈവറ്റ് ബസ്സൊക്കെയാണ് പൊതുഗതാഗതമായിട്ട് ആളുകൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ എങ്ങനെയാണ് ഇതുവരെയുള്ള ഈ ഹർത്താലിനെ നമ്മൾ വിലയിരുത്തിയാൽ എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടോ? മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ ഷിപ്പ്യാർഡിന് മുന്നിലെ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? സേതു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ലോ ഫ്ലോർ ബസ്സിന് മുന്നിലാണ്. ഞാനല്ല ഈ ബസ് തടഞ്ഞിരിക്കുന്നത്. ഈ ബസ് തടഞ്ഞിരിക്കുന്ന കുറച്ച് തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. എന്താ സംഭവിച്ചേക്കണം? ഈ ബസ് കൊണ്ടുപോകാൻ ഡ്രൈവർ തയ്യാറാണല്ലോ. ഇന്ന് പ്രഖ്യാപിച്ച സമരമല്ലല്ലോ, മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് വന്ന ബസ്സാണ്. ആ സമയത്ത് ഇവിടെ ആവശ്യത്തിന് പോകാൻ യാത്രക്കാരുണ്ടായിരുന്നു, ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും പോകാണ്ട് BMSന്റെ ദാർഷ്ട്യം കാണിക്കുന്നതിന് വണ്ടി മാറ്റിയിടുകയും കുറേ സമയങ്ങൾക്ക് ശേഷം ആരുമില്ലാത്തപ്പോൾ കാലിക്ക് വണ്ടി ഓടിച്ചു പോകാൻ പോയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമ്മതിക്കില്ല. സമരമല്ലേ, ആകെ ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ലേ, ഡ്രൈവർമാരെ പ്രത്യേകിച്ച്. അഗ്രിഗേറ്റഡ് ലൈസൻസ് അടക്കമുള്ള കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരാണ് ഈ രാജ്യത്ത് വരുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയാണെക്കൊണ്ടൊരു സമരമാണ്. ആ സമരത്തിന്റെ അകത്ത് നമുക്ക് ഒറ്റുകൊടുക്കാനായിട്ട് മാറിയിക്കാൻ കഴിയില്ല. അതുതന്നെയാണ്. എന്തായാലും സമരത്തെ ഒറ്റുകൊടുത്തോ അല്ലെങ്കിൽ മാറിയെന്നോ തങ്ങൾ ഈ സമരത്തെ വിജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. അദ്ദേഹം ഈ ബസ്സിന്റെ ഡ്രൈവറാണ്. എന്താണ് ഒരു തൊഴിലാളി സമരം നടക്കാൻ നേരത്തെ ഒരു തൊഴിലാളി മാറിയിരിക്കുന്നു, ഈ ബസ് എടുത്തിട്ട് പോകാൻ തയ്യാറാവുന്നു എന്നൊക്കെ പറയുന്നത്? തൊഴിലാളിക്ക് മെച്ചമുള്ള ഒരു സമരമാണെങ്കിലല്ലേ തൊഴിലാളികൾ പങ്കെടുക്കുന്നുള്ളൂ. നാളിതുവരെ 8 വർഷമായിട്ട് എന്തെങ്കിലും ഒരു സമരം തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഈ സംഘടന ചെയ്തില്ല. KSRTC തൊഴിലാളിക്ക് വേണ്ടി എന്ത് സമരമാണ് 8 വർഷമായിട്ട് ഈ സംഘടന? BMS ആണോ? ഞങ്ങൾ BMSന്റെ പ്രവർത്തകരാണ്. KSTA BMSന്റെ ആളുകളാണ് ഞങ്ങൾ. വണ്ടി ഓടിക്കും. വണ്ടി ഇന്നലെ രാത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ഇത് റിസർവേഷൻ ഉള്ള വണ്ടി. അങ്ങനെ തോന്നുമ്പോ ഇവര് 4 ആള് പറയുമ്പോൾ തോന്നുന്ന മാതിരി എടുത്ത് വിടാൻ പറ്റിയ വണ്ടിയല്ലത്. ഇത് റിസർവേഷൻ ഉള്ള വണ്ടി, തന്നെ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് പ്രകാരം ഇത് പോകാൻ പാടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ വണ്ടി 5 മണിക്ക് പിടിച്ചു. ഇവർ തടഞ്ഞതാ. ഇവരിപ്പോഴും വണ്ടിക്ക് മുമ്പിലിരിക്കുകയാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തരാണ് ഈ നിമിഷം സർവീസ് നടത്താൻ ഞങ്ങൾ വില്ലിങ്ങാണ്. വെല്ലുവിളിച്ചുകൊണ്ടാണ് സർവീസ് നടത്തും. അങ്ങനെ വെല്ലുവിളിയൊന്നുമില്ല, സർവീസ് നടത്താൻ പറഞ്ഞു സർവീസ് നടത്തും. ഡ്യൂട്ടി ചെയ്യും. നമ്മളെ ഡ്യൂട്ടി എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അനുവദിക്കുന്നില്ല, അതാണ് പരാതി. ഇത് ഇത്രയും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി സമരത്തിന് നിൽക്കണല്ലേ? അപ്പോൾ നമ്മൾ മാത്രം കുറച്ച് ആളുകൾ ഇങ്ങനെ മാറി നിന്നാൽ ആവശ്യമില്ലല്ലോ. KSRTC തൊഴിലാളിക്ക് വേണ്ടിയിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത്, മറ്റു പല ആവശ്യങ്ങൾക്കല്ലേ. ആവശ്യങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ BMSന്റെ പ്രവർത്തകരാണ്. പിന്നെ അതുകൊണ്ടാണ് 5 മണിക്ക് സർവീസും തയ്യാറായി നിന്നു. ടൈം വെച്ച് തരാൻ തന്നെ വിമുഖത കാണിച്ചു സ്റ്റേഷൻ മാസ്റ്റർ. കൂടാതെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരാനും തയ്യാറായില്ല. ഒടുവിൽ ഞങ്ങൾ 100-ൽ വിളിച്ചിട്ട് പോലീസിനെ വരുത്തി. പക്ഷെ എന്നിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ തയ്യാറായിട്ടില്ല. അപ്പം അങ്ങനത്തെ സ്ഥിതി അങ്ങനെയാണ്. വണ്ടി മുന്നോട്ട് എടുക്കാൻ തയ്യാറായിട്ട് തന്നെ. അതെ, തയ്യാറായിട്ട് തന്നെയാണ്. അതുതന്നെയാണ് സേതു. എന്തായാലും ഒരു ചെറിയ ആശയക്കുഴപ്പം 2 ഭാഗത്തും നിൽക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അതായത് KSRTCയിൽ നാളെ 8 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കാത്ത കൊടിയ പീഡനങ്ങളില്ല. ഇനിയൊരു പീഡനം ഞങ്ങൾ ഇനി അനുഭവിക്കാനുമില്ല. അത്രയും ഞങ്ങൾ അനുഭവിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ 3 മാസമായിട്ട് കറക്റ്റ് ശമ്പളം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മന്ത്രി പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങളോട് സർവീസിന് വരാനും വന്നിട്ടില്ലെങ്കിൽ ഡേസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശമ്പളം ഒരു ദിവസത്തെ വേതനം കട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഈ പരിതസ്ഥിതിയിൽ ഇനി ഒരു ദിവസത്തെ വേതനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് പ്രകാരം ഞങ്ങൾ സർവീസ് വണ്ടി ഓടാനായിട്ട് വന്നത്. ഞാൻ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള ഒരു 5 വണ്ടി AC ലോ ഫ്ലോർ റിസർവേഷൻ ഉള്ള വണ്ടി 5 വണ്ടി ഇവിടെ ഉണ്ട്. ഇന്നലെ പുലർച്ചെ 3 മണി മുതൽ പോകേണ്ട വണ്ടികളാണ്. അതിലൊരു വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. ഇനി എൻ്റെ വണ്ടി 9:30-ക്കാണ്. ഞാൻ വണ്ടി പിടിക്കാൻ പോവുകയാണ്. അവിടെ സ്റ്റാൻഡ് പിടിക്കും. 9:30 ആകുന്നിടത്ത് ഇദ്ദേഹവും വണ്ടി എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കാണുന്നത് പോലെ ഇത് ദൂരെ നിന്ന് ഈ ദൃശ്യങ്ങളൊന്നും ആരും കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് കാണേണ്ട ഒരു ദൃശ്യം തന്നെയാണ്. ഒരു ലോ ഫ്ലോർ ബസ് നിർത്തിയിട്ടിരിക്കുന്നു. ബസ്സിനകത്ത് ഡ്രൈവറും കണ്ടക്ടറും അടക്കമുള്ള സംഘം, പുറത്ത് മറ്റ് തൊഴിലാളികൾ. അവരെ ബസ് മുന്നോട്ട് എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘം നിൽക്കുന്നു. മറ്റൊരു സംഘം ബസ് എടുക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നു. എന്തായാലും ആശയക്കുഴപ്പം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് പറയുന്നത് പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ തൊഴിലാളി സമരത്തെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് മുന്നോട്ട് ബസ് എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ മറ്റു തൊഴിലാളികൾ നിൽക്കുന്നു. എന്തായാലും KSRTC ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2 ഘട്ടമായി തൊഴിലാളികൾ നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. ഏതാനും ചില ആളുകൾ ബസ് എടുക്കണം. അത് BMSന്റെ തൊഴിലാളികളാണ്. മറ്റ് ട്രേഡ് യൂണിയനുകൾ CITO, AITC അടക്കമുള്ള മറ്റ് ട്രേഡ് യൂണിയനുകളുടെ തൊഴിലാളികൾ മുന്നിലുമുണ്ട്. ഇത് തന്നെയാണ്
കാഴ്ച, അതായത് രണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. നേരത്തെ നമ്മൾ ഷിപ്പ്യാർഡിലെല്ലാം ചെന്നിരുന്നു, അവിടെയൊന്നും അങ്ങനത്തെ ഒരു കാഴ്ചയില്ലായിരുന്നു. ഇത് KSRTCയിൽ മാത്രമാണ് ഇത്തരത്തിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഇനിയും 5 ബസ്സുകൾ, 5 ലോ ഫ്ലോറുകൾ ഈ കാണുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ 9:30യോടുകൂടി അദ്ദേഹത്തിന്റെ ബസ്സും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണാവുന്ന കാര്യമാണ്. തൊഴിലാളി സമരം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. നിരത്തുകളിൽ വാഹനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സേതു പറയാനുള്ളത്.